അറിവും ഭക്തിയും കൂടിച്ചേർന്ന ഒരു പ്രഭുകുമാരനായിരുന്നു വിശുദ്ധ തോമസ് അക്വിനാസ്. വിശുദ്ധരിൽ വെച്ച് വിജ്ഞൻ, വിജ്ഞരിൽ വെച്ച് വിശുദ്ധൻ എന്നറിയപ്പെടുന്ന അദ്ദേഹം ഇറ്റലി റോക്ക സെക്കയിലെ ഒരു പ്രഭു കുടുംബത്തിലാണ് ജനിച്ചത്. മാതാപിതാക്കൾ അദ്ദേഹത്തെ ഒരു ബെനഡിക്റ്റൻ മഠാധിപതിയാക്കണമെന്ന ആഗ്രഹത്താൽ 5-ാം വയസ്സിൽ ബെനഡിക്റ്റൻ സന്യാസികളുടെ കീഴിൽ വിദ്യാഭ്യാസം ആരംഭിച്ചു. തിരിച്ചറിവായപ്പോൾ ഡൊമിനിക്കൻ സഭയുടെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായ വിശുദ്ധ അക്വിനാസ് ഡൊമിനിക്കൻ സഭയിൽ ചേർന്ന് സഭാവസ്ത്രം സ്വീകരിച്ചു. ഇത് മാതാപിതാക്കൾക്ക് ഒട്ടും സഹിക്കാനായില്ല എന്ന് മാത്രമല്ല, അവരദ്ദേഹത്തെ ബലം പ്രയോഗിച്ച് കൊണ്ടുപോയി വീട്ടുതടങ്കലിലിടുകയും അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിന് ഒരു മാറ്റവുമില്ലെന്ന് കണ്ടപ്പോൾ ഒരു വേശ്യയെ അദ്ദേഹത്തിൻ്റെ മുറിയിലേക്കിട്ട് അടയ്ക്കുകയും ചെയ്തു. പ്രലോഭനത്തിൽ വീഴാതിരിക്കാൻ അദ്ദേഹം പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു തീക്കൊള്ളി എടുത്ത് അവളെ മുറിയിൽ നിന്നും പുറത്താക്കി. ഉടനെ അദ്ദേഹം ഇതിൽ വിജയം നൽകിയ ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിനിടയിൽ 2 മാലാഖമാർ നിത്യകന്യത്വത്തിൻ്റെ അടയാളമായ അരപ്പട്ട തൻ്റെ അരയിൽ ബന്ധിക്കുന്നതായി ദർശനം കണ്ടു. ശേഷം സഭയിലേക്ക് തിരിച്ചുപോയി പഠനം ആരംഭിച്ചു. സഹപാഠികളുടെ മിണ്ടാക്കാളയായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ അറിവും ബുദ്ധിയും പ്രൊഫസർമാരെ വരെ മറികടക്കുന്നതായിരുന്നു. പാണ്ഡിത്യത്തിൻ്റെ ഉന്നതയിൽ നിൽക്കുമ്പോഴും സഭ ഒരുക്കിയ ഉന്നത പദവികളെ നിഷ്കളങ്കതയുടെ നിറകുടമായിരുന്ന അദ്ദേഹം എളിമയോടുകൂടി നിരസിക്കുകയാണുണ്ടായത്. വിശുദ്ധ അക്വിനാസ് അനേകം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. അതിൽ കത്തേന ഓരിയ, സുമ്മ തിയോളോജിക്ക ഇവയ്ക്ക് തുല്യം നിൽക്കാൻ മറ്റൊരു ഗ്രന്ഥമില്ലെന്ന് പറയപ്പെടുന്നു. ആമേൻ.